ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന ടോപ്പിക്കിൽ വരുന്ന രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലവും അതുപോലെ ഒരു മിനിമൈസേഷൻ പ്രോബ്ലവും ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ നിങ്ങളുടെ ക്യൂസ് സെക്ഷനിൽ വീണ്ടും ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം കൂടി ആഡ് ചെയ്തിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിൽ എന്താണ് ഒപ്റ്റിമൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതർ മാക്സിമൈസേഷൻ ആവാം അല്ലെങ്കിൽ എന്താണ് മിനിമൈസേഷനും ആവാം. പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫംഗ്ഷനായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് മാക്സിമൈസേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ വർക്കിംഗ് കോസ്റ്റ് മുതലായ കാര്യങ്ങളാണ് നമ്മുടെ ഫംഗ്ഷനായി തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മിനിമൈസേഷൻ ആണ് ചെയ്യുന്നത്. ഫംഗ്ഷൻസ് വേരിയബിൾസ് ഇസ് നോൺ ആസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ വരുന്ന ആ ഒരു ഫംഗ്ഷന് നമ്മൾ എന്താ പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇസഡ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു LPPക്കകത്ത് വരുന്ന കണ്ടീഷൻസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി either ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന രീതിയിൽ തന്നിട്ടുള്ള എന്തായിരിക്കും നമ്മുടെ എന്താണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു LPPയിലെ നമ്മൾ കണ്ടീഷൻസിനെ എന്താ പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. The questions will be of two variables only. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഈ LPPയിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ രണ്ട് വേരിയബിൾസിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. രണ്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതുപോലെ എന്താണ് കൺസ്ട്രെയിൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ രണ്ട് വേരിയബിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അത് XY ആവാം അല്ലെങ്കിൽ എന്താണ് X1 X2 ആവാം. കാര്യം എന്താണ്, നമ്മളിതിൽ ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളൊരു ഗ്രാഫ് വരച്ചല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രാഫിൽ ഒരു ആക്സിസ് എന്ന് പറയുന്നത് X കൊടുക്കും, മറ്റൊരു ആക്സിസ് എന്ത് കൊടുക്കും, Y കൊടുക്കും. സോ സാധാരണ രീതിയിൽ രണ്ട് വേരിയബിളിന്റെ ഒരു പ്രോബ്ലമേ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഒരു 2 ഡയമെൻഷണൽ ഡ്രോയിങ് ഷീറ്റിൽ വരച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കും. 3 വേരിയബിളിന്റെ പ്രോബ്ലം ആണ് സപ്പോസ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ X ആക്സിസ് കൺസിഡർ ചെയ്യണം, Y ആക്സിസ് കൺസിഡർ ചെയ്യണം, അതുപോലെ എന്താണ് Z ആക്സിസും കൂടെ കൺസിഡർ ചെയ്യണം. Z ആക്സിസും കൂടെ വരുമ്പോഴേക്കും അത് എന്താവും, അത് 3D ആയിട്ട് മാറും. നമുക്ക് സാധാരണ ഒരു 2D ഡ്രോയിങ് ഷീറ്റിലോ അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പറിലോ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. 3 or more variable LPP problems need more complex methods of optimization, mostly done in computers. സോ നമ്മൾ ഈ ഒരു മൂന്നോ അതിൽ കൂടുതലോ എന്താണ് വേരിയബിൾസ് വരുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണെങ്കിൽ എന്താണ് അതിന് കുറച്ചുകൂടി കോംപ്ലക്സ് മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഷീറ്റിലോ വരച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, അതിന് പ്രത്യേക അൽഗോരിതംസ് ഒക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളിലായിരിക്കും ഇത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ്, ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലവും അതുപോലെ എന്താണ് ഒരു മിനിമൈസേഷൻ പ്രോബ്ലവും, ഈ രണ്ട് ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിരിക്കുകയാണ്. അതായത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, മിനിമൈസ് ചെയ്യണോ മാക്സിമൈസ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ കൺസ്ട്രെയിൻസും ഇനിക്വാളിറ്റീസ് ആയിട്ട് തന്നിട്ടുണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്, കൃത്യമായ ഫോർമുലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനെ ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം. അതായത് എങ്ങനെ ചോദിക്കാം, നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് തരുന്നില്ല, പകരം നമുക്കൊരു പ്രോബ്ലം പോലെ തരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം, അതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ എന്നതും കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോർമുല ആയിട്ട് തരുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ ഫോർമുലേറ്റ് ചെയ്തെടുക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു LPPയുടെ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു രണ്ട് പ്രോബ്ലം നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ആ ഇക്വേഷൻസ് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് വീണ്ടും സോൾവ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. സോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. എ സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് 2 bottling plants at Trivandrum and Kochi. Each plant produces 3 drinks, drink A, drink B and drink C. The number of bottles produced per day is shown in the table. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് എന്താണ് 2 ബോട്ടിലിംഗ് പ്ലാന്റുകളാണ് ഉള്ളത്. ഒരെണ്ണം ട്രിവാൻഡ്രത്തും ഒരെണ്ണം കൊച്ചിയിലുമാണ്.
ഈ ഓരോ പ്ലാന്റിലും ഇവര് 3 ടൈപ്പ് ഡ്രിങ്കുകളാണ് ബോട്ടിൽ ചെയ്യുന്നത്. ഡ്രിങ്ക് എ, ഡ്രിങ്ക് ബി, ഡ്രിങ്ക് സി. അതുപോലെ തന്നെ ഈ ഓരോ പ്ലാന്റിലും എത്രത്തോളം ബോട്ടിലുകൾ അവർ ഒരു ദിവസം ബോട്ടിൽ ചെയ്യുന്നു എന്നതിൻ്റെ ആ ഒരു കണക്കാണ് ഇവിടെ ആ ഒരു ടേബിളിൽ തന്നിരിക്കുന്നത്. ഡ്രിങ്ക് എ ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ദിവസം 1500 ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. കൊച്ചിയിലാണെങ്കിലോ അതും അവിടെയും എത്രയാണ് 1500 ബോട്ടിൽ ഡ്രിങ്ക് എ ബോട്ടിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഡ്രിങ്ക് ബി ആണെങ്കിലോ ട്രിവാൻഡ്രത്തെ പ്ലാന്റ് ആണെങ്കിൽ ദിവസം 3000 ബോട്ടിൽ വരെ അവർക്ക് എന്ത് ചെയ്യാം, ബോട്ടിൽ ചെയ്യാം. കൊച്ചിയിലെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക് ബിയുടെ കേസിൽ ദിവസം 1000 ബോട്ടിൽ മാത്രമേ അവർക്ക് നിർമ്മിക്കാൻ പറ്റൂ. ഇനി ഡ്രിങ്ക് സിയുടെ കേസിലാവുമ്പോഴോ ട്രിവാൻഡ്രത്തെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ദിവസം 2000 ബോട്ടിൽ വരെ അവർക്ക് നിർമ്മിക്കാൻ പറ്റും. കൊച്ചിയിലെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പെർ ഡേ എത്രയാണ് 5000 ബോട്ടിൽ വരെ അവർക്ക് നിർമ്മിക്കാം. ഈ രീതിയിലാണ് ആ ഒരു ടേബിളിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 2 പ്ലാന്റുകളാണ് ഈ ഒരു നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. എവിടേക്കാണ്? ട്രിവാൻഡ്രത്തും കൊച്ചിയിലും. ഈ പ്ലാന്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഡ്രിങ്കുകളാണ് ഡ്രിങ്ക് എ, ഡ്രിങ്ക് ബി, ഡ്രിങ്ക് സി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. എ മാർക്കറ്റ് സർവേ ഷോസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ. ഏപ്രിൽ എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മർ സീസൺ ഒക്കെയാണ്. സോ എന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. There will be a demand of 20,000 bottles of drink A, 40,000 bottles of drink B, 44,000 bottles of drink C. സോ നമ്മുടെ ഏപ്രിൽ മാസത്തെ ഒരു മാർക്കറ്റ് സർവേയെ പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഏപ്രിൽ മാസത്തിലെ ഏകദേശം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡ്രിങ്ക് എയെ സംബന്ധിച്ച് ഏകദേശം 20,000 ബോട്ടിൽ വരെ ഡ്രിങ്ക് എക്ക് ഡിമാൻഡ് ഉണ്ട്. ഡ്രിങ്ക് ബി ആണെന്നുണ്ടെങ്കിലോ ഏകദേശം 40,000 ബോട്ടിൽ വരെ ഡ്രിങ്ക് ബി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 44,000 ബോട്ടിൽ വരെ ഡ്രിങ്ക് സിയും ആവശ്യമുണ്ട്. സോ ഈ ഒരു ഡിമാൻഡിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ 2 ബോട്ടിലിംഗ് പ്ലാന്റുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ഈ 3 ഡ്രിങ്കുകളും ബോട്ടിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലൈൻ, ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫോർ പ്ലാന്റ്സ് അറ്റ് ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി ആർ 600 and 400 മോണിറ്ററി യൂണിറ്റ്സ്. സോ ഇവിടെ ആ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 2 പ്ലാന്റും പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ചെലവാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ അതിന് കൃത്യമായൊരു യൂണിറ്റ് തന്നിട്ടില്ല. നമ്മൾ ഈ പൈസ ആയതുകൊണ്ട് ഏതോ റുപ്പീസോ അല്ലെങ്കിൽ എന്താണ് ലാക്സോ അല്ലെങ്കിൽ ക്രോർസോ ആ രീതിയിൽ തരേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മോണിറ്ററി യൂണിറ്റ് എന്ന് ജനറൽ ആയിട്ട് തന്നിട്ടേ ഉള്ളൂ. സോ നമ്മുടെ ട്രിവാൻഡ്രം ഉള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ചിലവെന്ന് പറയുന്നത് എത്രയാണ്? 600 മോണിറ്ററി യൂണിറ്റ് ആണ്. അതുപോലെ കൊച്ചിയിലെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലോ ദിവസം പ്രവർത്തിക്കാൻ 400 യൂണിറ്റ് ആണ് അവിടുത്തെ ചിലവെന്ന് പറയുന്നത്. So next line, for how many days each plant be run so as to minimize the cost of production and still meeting the demand. So നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് നമ്മുടെ ഈ മാർക്കറ്റ് സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് 2 ബോട്ടിലിംഗ് യൂണിറ്റുകളാണ് ഉള്ളത്. ഈ ഓരോ യൂണിറ്റിലും നമ്മുടെ 3 ടൈപ്പ് ഡ്രിങ്കുകളാണ് നമുക്കുള്ളത്, എ, ബി, സി. ഈ ഓരോ ഡ്രിങ്കുകളും 2 ബോട്ടിലിംഗ് യൂണിറ്റുകളിലും എത്രത്തോളം ഒരു ദിവസം നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെയും കൊച്ചിയിലെയും യൂണിറ്റുകളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ 2 പ്ലാന്റുകളും എത്ര ദിവസം വെച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കണം. നമ്മുടെ പർപ്പസ് എന്താണ്? ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് സ്റ്റിൽ മീറ്റിംഗ് ദ ഡിമാൻഡ്. അതായത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കുകയും വേണം. അതേസമയം എന്താണ്, നമ്മുടെ ഈ ഒരു മാർക്കറ്റ് സർവേ പ്രകാരമുള്ള ഡിമാൻഡ് എന്താണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. അല്ലെങ്കിൽ അത്രയും ബോട്ടിൽസ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുകയും വേണം. സോ അതിന് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിനകത്ത് നിന്ന് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ, അതിനെ സോൾവ് ചെയ്യേണ്ടത്. സോ ഈ രീതി ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ LPPയുടെ കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മാക്സിമം ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കൂ. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് എടുത്തിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ, 2 ബോട്ടിലിംഗ് യൂണിറ്റ് ആണ് അവർക്കുള്ളത്. എവിടെയൊക്കെയാണ്? ഒന്ന് ട്രിവാൻഡ്രത്താണ്, ഒന്ന് കൊച്ചിയിലാണ്. ഇനി ഓരോ പ്ലാന്റിൽ നിന്നും എത്ര ഡ്രിങ്ക്സ് പുറത്ത് വരുന്നുണ്ട്? 3 ടൈപ്പ് ഡ്രിങ്കുകളുണ്ട്, ഡ്രിങ്ക് എ, ഡ്രിങ്ക് ബി, ഡ്രിങ്ക് സി. അതിൻ്റെ ഓരോ പ്ലാന്റിലും എത്ര ഡ്രിങ്ക്സ് നിർമ്മിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഓരോ പ്ലാന്റിലും എത്ര ആണ് അവൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ള കാര്യവും തന്നിട്ടുണ്ട്.
സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദിവസം വെച്ച് ഈ രണ്ട് പ്ലാന്റും വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമം ആയിരിക്കണം, നമുക്ക് തന്നിട്ടുള്ള ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ട്രിവാൻഡ്രം ഉള്ള പ്ലാന്റ് എന്ന് പറയുന്നത് x1 ദിവസം, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് xy എന്ന രീതിയിലായിരുന്നു ഞാൻ അതിന്റെ വേരിയബിൾസ് തന്നിരുന്നത്, ഡയറക്റ്റ് ആയിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ xy എന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? x1 x2 അല്ലെങ്കിൽ y1 y2 ആ രീതിയിലും കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എടുക്കാം? ട്രിവാൻഡ്രത്തുള്ള പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്, ട്രിവാൻഡ്രം പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് x1 ഡേയ്സ് ആണെന്ന് ഇരിക്കട്ടെ. x1 ദിവസമാണ് ട്രിവാൻഡ്രത്തെ പ്ലാന്റ് വർക്ക് ചെയ്തത്. അതുപോലെ കൊച്ചിയിലെ പ്ലാന്റ് വർക്ക് ചെയ്ത ഡേയ്സ് എങ്ങനെ എടുക്കാം? ദാറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ കൊച്ചി പ്ലാന്റ് റൺ ബി x2 ഡേയ്സ്. ഓക്കെ, സോ x1 ദിവസം ട്രിവാൻഡ്രത്തെ പ്ലാന്റ് വർക്ക് ചെയ്തു, കൊച്ചിയിലെ പ്ലാന്റ് x2 ഡേയ്സ് വർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? LPPയുടെ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്? മിനിമൈസേഷൻ ആണ് ഇവിടെ ഉള്ളത്. മിനിമൈസ് ഇസഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ട്രിവാൻഡ്രം പ്ലാന്റ് ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള ചെലവാണ് 600 മോണിറ്ററി യൂണിറ്റ്. സോ അതേ പ്ലാന്റ് x1 ദിവസമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 600 x1 ആയിരിക്കൂലേ? 600 ഇൻറ്റു x1 ആയിരിക്കില്ലേ? ഒരു ദിവസം വർക്ക് ചെയ്യാൻ എത്രയാണ്? 600 യൂണിറ്റ് ആണ് അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ x1 ദിവസം വർക്ക് ചെയ്യാൻ 600 x1 ആയിരിക്കും. ഇനി കൊച്ചിയിലെ പ്ലാന്റ് ഒരു ദിവസം വർക്ക് ചെയ്യാൻ 400 മോണിറ്ററി യൂണിറ്റ് ആണ് അവിടുത്തെ ചിലവെന്ന് പറയുന്നത്. സോ കൊച്ചിയിലെ പ്ലാന്റ് x2 ദിവസമാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ കോസ്റ്റ് എത്രയായിരിക്കും? 400 x2 ആയിരിക്കില്ലേ? സോ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ട്രിവാൻഡ്രത്തെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതുപോലെ കൊച്ചിയിലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കില്ലേ? സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? z is equal to 600 x1 plus 400 x2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണം. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടീഷൻസ്. സോ സബ്ജക്റ്റ് ടു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണം. ട്രിങ്ക് എയുടെ കേസ് എടുക്കാം. ട്രിവാൻഡ്രത്തെ യൂണിറ്റിൽ ഒരു ദിവസം എത്രയാണ്? 1500 ബോട്ടിൽ അവർ ബോട്ടിൽ ചെയ്യും. കൊച്ചിയിലെ യൂണിറ്റ് ആണെങ്കിലോ അവര് എത്ര യൂണിറ്റ് ബോട്ടിൽ ചെയ്യും? അവിടെയും 1500 ബോട്ടിൽ തന്നെയാണ് എന്താണ് ബോട്ടിൽ ചെയ്യുന്നത്. അത് ഒരു ദിവസത്തെ കണക്കാണ്. ഇപ്പോൾ സപ്പോസ് ട്രിവാൻഡ്രത്തെ പ്ലാന്റ് x1 ദിവസവും കൊച്ചിയിലെ പ്ലാന്റ് x2 ദിവസവും ആണെന്ന് ഇരിക്കട്ടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഡ്രിങ്ക് എ അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും? ട്രിവാൻഡ്രത്തെ പ്ലാന്റ് x1 ദിവസവും കൊച്ചിയിലെ പ്ലാന്റ് x2 ദിവസവും. ഇത് ഒരു ദിവസത്തെ കണക്കാണ് ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ പ്ലാന്റ് x1 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന യൂണിറ്റ് എത്രയായിരിക്കും? ഇൻറ്റു x1 ആയിരിക്കില്ലേ? ഇനി അടുത്തത് കൊച്ചിയിലെ പ്ലാന്റ് x2 ദിവസം വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡ്രിങ്ക് എത്രയായിരിക്കും? 1500 ഇൻറ്റു x2 ആയിരിക്കില്ലേ? ടോട്ടൽ നമുക്ക് എത്ര ഡ്രിങ്ക് എ ബോട്ടിൽസ് ആണ് വേണ്ടത്? അക്കോർഡിംഗ് ടു ദ സർവേ ദ നമ്പർ ഓഫ് ബോട്ടിൽസ് ഓഫ് ഡ്രിങ്ക് എ ഈസ് 20,000 ബോട്ടിൽസ്. ഓക്കെ, ഈ 20,000 എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് ആണ്. സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എത്രയാണ്? 20,000 ബോട്ടിൽ ആവശ്യമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? 20,000 ബോട്ടിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യാം. 20,000 ബോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആണ്. നമ്മുടെ ഡിമാൻഡ് പ്രകാരം 20,000 ബോട്ടിൽ എങ്കിലും വേണമെന്നാണ്. അപ്പോൾ 20,000 ഒരു കാരണവശാലും കുറയാൻ പാടില്ല. 20,000 അതിൽ കൂടുതലോ ആയിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഡ്രിങ്ക് എയുടെ കേസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇനിക്വാളിറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ടോട്ടൽ ഡ്രിങ്ക് എ ബോട്ടിൽസ് എത്ര വരും? 1500 x1 പ്ലസ് 1500 x2. ഈ 20,000 എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആണ്. ഈ 20,000 അതിൽ കൂടുതലോ ആവാം. സോ ഇനിക്വാളിറ്റി എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കുമോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കുമോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20,000. ഇനി ഡ്രിങ്ക് ബിയുടെ കേസ് എടുക്കാം. പെർ ഡേ ട്രിവാൻഡ്രം ആണെങ്കിൽ 3000 ആണ്, പെർ ഡേ കൊച്ചി ആണെങ്കിൽ 1000 ആണ്. സോ ഒരു ദിവസത്തെ കേസാണ് ടേബിളിൽ തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എത്ര ദിവസമായിട്ടാണ്? ട്രിവാൻഡ്രം പ്ലാന്റ് x1 ഡേയ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കൊച്ചി പ്ലാന്റ് x2 ഡേയ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതേപോലെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 3000 x1 പ്ലസ് 1000 x2.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്രിങ്ക് ബിയുടെ ഡിമാൻഡ് എത്രയായിരുന്നു? 40,000 അല്ലേ? 40,000. ഇനി ട്രിങ്ക് സിയുടെ കേസ് എഴുതിക്കൂടെ? ട്രിങ്ക് സിയുടെ കേസ് എങ്ങനെ എഴുതാം? 2,000 x1 പ്ലസ് 5,000 x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡിമാൻഡ് എത്രയായിരുന്നു? 44,000 അല്ലേ? ഓക്കെ, സപ്പോസ് നമ്മൾ ഈ രണ്ട് പ്ലാന്റുകൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഈ പ്ലാന്റുകൾ രണ്ടും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x1ഉം x2ഉം എത്രയാവാം? 0 ആവാം. ഒരു ദിവസം പോലും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ x1ഉം x2ഉം 0 ആവാം. നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? x1ഉം x2ഉം പോസിറ്റീവ് ആയിരിക്കും. x1ഉം x2 എന്താണ്? എത്ര ദിവസം നമ്മുടെ പ്ലാന്റുകൾ വർക്ക് ചെയ്തു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്ത് വരാൻ പറ്റില്ല? നെഗറ്റീവ് വാല്യൂ വരാൻ പറ്റില്ല. സോ x1 എങ്ങനെയായിരിക്കണം? 0 ആവാം, അല്ലെങ്കിൽ എന്താണ് 0യിൽ കൂടുതലാവാം. സോ x1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ x2 എന്നുള്ളത് എങ്ങനെയാണ്? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്കിപ്പോൾ തന്നിരുന്ന ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തെടുത്തു? രണ്ട് വേരിയബിൾസ് അസ്യൂം ചെയ്തു. x1 x2 എന്നുള്ളത് രണ്ടെണ്ണം അസ്യൂം ചെയ്ത ശേഷം ഈ ഒരു തന്നിരുന്ന പ്രോബ്ലത്തിനെ ഒരു LPP മോഡലായിട്ട്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മോഡലായിട്ട് ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ രണ്ട് വേരിയബിൾസ് അല്ലേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു 2 ഡയമെൻഷണൽ ഡ്രോയിങ് ഷീറ്റിലോ ഗ്രാഫ് പേപ്പറിലോ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഈ രീതിയിൽ വേണം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ. സോ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ PPT. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹൗ ദ മാനുഫാക്ചറർ വിൽ ഒപ്റ്റിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അതായത് അത് കുറച്ചുകൂടി നല്ല ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒപ്റ്റിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള ഫാക്ടർ എന്താണ്? നമ്മൾ മിനിമൈസ് ആണ് ചെയ്യേണ്ടത് എന്നറിയാവുന്ന ഒരാൾക്ക് ഇത് മിനിമൈസേഷൻ പ്രോബ്ലത്തിലേക്ക് പോയി ചെയ്യാൻ നോക്കൂ. അതുപോലെ നിങ്ങളുടെ പ്രോബ്ലത്തിൽ ചിലപ്പോൾ എന്ത് പറയാം? ദ മാനുഫാക്ചറർ ഓർ ദ കമ്പനി ഹാസ് ടു ഒപ്റ്റിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഒപ്റ്റിമൈസ് ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ലെറ്റ് ദ പ്ലാന്റ്സ് അറ്റ് ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി ബി റൺ ഫോർ x1 ആൻഡ് x2 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ട്രിവാൻഡ്രം പ്ലാന്റ് x1 ദിവസവും കൊച്ചി പ്ലാന്റ് x2 ദിവസവുമാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഈ x1 x2ന് പകരം xy എന്നുള്ള രീതിയിലും എടുക്കാം. സോ x1 x2ലും കൂടെ നിങ്ങളൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. കാര്യം സപ്പോസ് ഇൻ കേസ് നിങ്ങളുടെ എക്സാമിന് ഡയറക്റ്റ് ആയിട്ടൊരു LPPയുടെ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലിപ്പോൾ x1 x2 എന്ന രീതിയിലാണ് വേരിയബിൾസ് തന്നിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് x1 x2 ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡെലിബറേറ്റ് ആയിട്ട് x1 x2 എന്ന രീതിയിൽ തന്നെ നമ്മൾ വേരിയബിൾസ് എടുത്തിരിക്കുന്നത്. xy എന്ന രീതിയിലും നിങ്ങൾക്ക് വേരിയബിൾസ് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. സോ ഓർ LPP problem is to minimize the z function, that is 600 x1 plus 400 x2 subject to the constraints. ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ ഫംഗ്ഷൻ നമ്മുടെ ഇസഡിന്റെ രീതിയിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഏതാണ്? ഡ്രിങ്ക് എയുടെ ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിമാൻഡിനെ നമ്മൾ എന്ത് ചെയ്തത്? ഒന്നാമത്തെ കൺസ്ട്രെയിൻ ഫോർമുലേറ്റ് ചെയ്തത്. അതുപോലെ ഡ്രിങ്ക് ബിയുടെ ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻ ഫോർമുലേറ്റ് ചെയ്തത്. ലാസ്റ്റ് കൺസ്ട്രെയിൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രിങ്ക് സിയുടെ ഡിമാൻഡിന്റെ ബേസിസിലാണ്. ഇപ്പൊ x1 x2 എന്ന് പറയുന്നത് എന്താണ്? ദിവസങ്ങളാണ്. ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എയ്തർ 0 ആവാം, അല്ലെങ്കിൽ എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആവും. ഒരു കാരണവശാലും അത് നെഗറ്റീവ് വാല്യൂസ് ആകില്ല. സോ x1 x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ കൺസ്ട്രെയിൻ ആണ്. അതായത് എല്ലാ LPP പ്രോബ്ലത്തിലും വേരിയബിൾസ് എയ്തർ 0 ഓർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുന്നതിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 3 കൺസ്ട്രെയിൻസും ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൺവേർട്ട് ദ ഇനിക്വാളിറ്റീസ് ടു ഇക്വേഷൻസ്. സോ നമ്മൾ എങ്ങനെയാണ് ഇനിക്വാളിറ്റീസിനെ ഇക്വേഷൻസ് ആക്കി മാറ്റുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ആക്കി മാറ്റുന്നു. സോ ഒന്നാമത്തെ ഇക്വേഷൻ 1500 x1 plus 1500 x2 is equal to 20,000. സോ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം.
സോ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഈ രണ്ട് സൈഡിലും എന്താണ് 100 എന്നൊരു ഫാക്ടർ കോമൺ ഉണ്ട്. സോ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു 100 എന്നുള്ള ഫാക്ടർ അങ്ങ് കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ബാക്കി 15x1 പ്ലസ് 15x2 ഇസ് ഈക്വൽ ടു 200 എന്ന് കിട്ടും. സോ ഇനിയും ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ലേ? ഏതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എത്രയാവും? 3 ആവും. വീണ്ടും അടുത്ത 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും 3 ആവും. 200 ഉണ്ട്. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്രയാവും? 40 ആവും. സോ നമുക്ക് എങ്ങനെ എഴുതാം? കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഒന്നാമത്തെ കൺസ്ട്രെയിനെ ഈ രീതിയിൽ എഴുതാം. 3x1 പ്ലസ് 3x2 ഇസ് ഈക്വൽ ടു 40. സോ നമുക്കിനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. 3000x1 പ്ലസ് 1000x2 ഇസ് ഈക്വൽ ടു 40,000. രണ്ട് സൈഡിലും കോമൺ ഫാക്ടർ ഏതുണ്ട്? 1000 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലെയും 1000 അങ്ങ് ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 3x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 40. ലാസ്റ്റ് ഇക്വേഷൻ ഏതാണ്? 2000x1 പ്ലസ് 5000x2 ഇസ് ഈക്വൽ ടു 44,000. ഈ ഒരു ഇക്വേഷനിലും രണ്ട് സൈഡിലും 1000 എന്നൊരു ഫാക്ടർ ഉണ്ട്. ഈ 1000 എന്നുള്ള ഫാക്ടറിനെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. എത്ര വരും? 2x1 പ്ലസ് 5x2 ഇസ് ഈക്വൽ ടു 44. അപ്പൊ നമ്മുടെ ഈ ഒരു കൺസ്ട്രെയിൻ കുറച്ചുകൂടി എന്തായി? കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമിലായി. നേരത്തെ ഉള്ള ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി നമ്മൾ ഇനി ചെയ്യാനുള്ള സിംപ്ലിഫിക്കേഷൻസ് കുറയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഇനിക്വാളിറ്റീസിനെ എല്ലാം ഇക്വേഷൻസ് ആക്കി മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓരോ സ്ട്രെയിറ്റ് ലൈനിലും വരുന്ന രണ്ട് പോയിന്റുകൾ കണ്ടുപിടിക്കണം. കാരണം മിനിമം രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഒക്കൂ. സോ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. 3x1 പ്ലസ് 3x2 ഇസ് ഈക്വൽ ടു 40. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? x1ന് 0 കൊടുക്കാം. x1ന് 0 കൊടുക്കുമ്പോഴേക്കും ആ ഇക്വേഷൻ എങ്ങനെയാവും? 3 × 0 പ്ലസ് 3 × x2 ഇസ് ഈക്വൽ ടു 40. 3x2 എന്ന് പറയുന്ന 40 ആണ്. x2 എന്ന് പറയുന്ന അപ്പോൾ എത്രയായിരിക്കും? 40/3 ആയിരിക്കും. സോ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? x, y എന്ന രീതിയിലായിരുന്നു നമ്മുടെ എന്താണ് പോയിന്റുകളുടെ കോർഡിനേറ്റ് എഴുതിയത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്? x1ഉം x2ഉം ആണ്. സോ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം കോർഡിനേറ്റ്സ്? x1 ആദ്യം എഴുതണം, x2 എന്ന രീതിയിൽ തന്നെ എഴുതണം. ഓക്കെ, ഈ രീതിയിൽ വേണം നമ്മുടെ എല്ലാ പോയിന്റുകളുടെയും കോർഡിനേറ്റ് എഴുതാൻ. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ ആദ്യം x1ന് 0 കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യാം? x2ന് 0 കൊടുക്കാം. x2ന് 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 3x1 പ്ലസ് 3 × 0 ഇസ് ഈക്വൽ ടു 40. 3x1 ഇസ് ഈക്വൽ ടു 40. സോ x1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 40/3 കിട്ടും. സോ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? x1 ആയിരുന്നു 0. സോ അപ്പോൾ അതെങ്ങനെ എഴുതാം? x1 0 ആകുമ്പോൾ ഫസ്റ്റ് 0, x2 എന്നുള്ളത് എത്ര കിട്ടി? 40/3 കിട്ടി. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? x2 0 ആണ്. x1 എത്ര കിട്ടി? 40/3 കിട്ടി. സോ ഈ രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അതിലൂടെ വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. 40/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 13.33 സംതിങ് വരും. സോ നിങ്ങൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങളുടെ പേപ്പറിൽ ഇതുപോലൊരു ടേബിൾ വരച്ചുകൂടി x1ഉം x2ഉം മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. 3x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 40. x1 0 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഇനി x2 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ എത്രയായിരിക്കും? 40/3 ആയിരിക്കും. ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ഇക്വേഷന്റെ കേസ് എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് 5x2 ഇസ് ഈക്വൽ ടു 44. x1 0 ആയിരിക്കുമ്പോൾ x2ന്റെ വാല്യൂ എത്രയായിരിക്കും? 44/5 ആയിരിക്കും. ഇനി x2 0 ആയിരിക്കുമ്പോൾ എന്താ അവസ്ഥ? 2x1 ഇസ് ഈക്വൽ ടു 44. സോ x1 എന്ന് പറയുന്നത് എത്രയാണ്? 44/2 എത്ര വരും? 22 ആയിരിക്കും. അതിനുശേഷം ആ ഒരു പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ വരച്ചിട്ട് മാർക്ക് ചെയ്യുക. സോ നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് കൺസ്ട്രെയിൻ ആണ് ഉള്ളതെങ്കിൽ രണ്ട് ഇക്വേഷൻസിന് ഇതുപോലെ പോയിന്റുകൾ കണ്ടുപിടിക്കുക. സപ്പോസ് 3 കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ് ആക്കുക, അതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കുക. എല്ലാ പോയിന്റുകളും കണ്ടുപിടിച്ചതിന് ശേഷം ജസ്റ്റ് അതിന്റെ വാല്യൂസ് ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യാൻ? ഇനി വരയ്ക്കാൻ പോകുന്ന XY ഗ്രാഫിന്റെ അല്ലെങ്കിൽ x1 x2 ഗ്രാഫിന്റെ ഓരോ ഇന്റർവെല്ലുകളും മാർക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇപ്പോൾ എത്രയൊക്കെ മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു? ആദ്യത്തെ ലൈനിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 40/3 ആണ് കിട്ടിയത്. 40/3 എന്ന് പറയുമ്പോൾ എത്രയാണ്?
13.33 വരും. ഇനി രണ്ടാമത്തെ കഴിഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 40 കിട്ടിയിരുന്നു, അതുപോലെ 40/3 കിട്ടിയിരുന്നു. 40/3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 40 എന്നൊരു വാല്യൂ കൂടി നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് ഗ്രാഫിൽ. ഇനി മൂന്നാമത്തെ ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 22 എന്നൊരു വാല്യൂ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. 22 എന്നൊരു വാല്യൂ മാർക്ക് ചെയ്യേണ്ടി വരും. സോ നെക്സ്റ്റ് വൺ ഏതാണ്? 44/5. 44/5 എന്ന് പറയുമ്പോൾ 40/5 എന്ന് പറയുന്നത് 8 ആണ്, 4/5 എന്ന് പറയുന്നത് 0.8 ആണ്. സോ 8.8 ആയിരിക്കും 44/5 എന്ന് പറയുന്നത്. സോ ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. സപ്പോസ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ XY ആയിരുന്നു, ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? X1 എന്നുള്ളത് ഒരു ആക്സിസിലും മറ്റൊരു ആക്സിസ് എന്താ കാണിക്കേണ്ടത്? X2 എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഒറിജിൻ മാർക്ക് ചെയ്യണം. സോ ഈ നാല് വാല്യൂസും മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ ഓരോ ഇന്റർവെല്ലും എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കേസിലാവുമ്പോൾ ഓരോ ഇന്റർവെല്ലും 10 എടുത്തു കഴിഞ്ഞാൽ ഈ 8 എന്നൊക്കെ ഉള്ളത് ഏകദേശം എവിടെ വരും? ഈ 1 സെന്റിമീറ്ററിനകത്ത് തന്നെ വരും. സോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പാടായിരിക്കും. സോ നമുക്ക് എത്ര എടുക്കാം? ഓരോ ഡിവിഷനും 5 ആയിട്ട് എടുക്കാം. 5, 10, 15 ആ രീതിയിൽ എക്സ് ആക്സിസും അതുപോലെ ഇവിടെയും 5, 10, 15 എന്ന രീതിയിൽ y ആക്സിസും മാർക്ക് ചെയ്യുക. സോ ഈ രീതിയിൽ ഓരോ ഇന്റർവെല്ലും 5 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? ഈസി ആയിട്ട് ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാൻ നോക്കും. നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലവും ചെയ്യുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലുള്ള പ്രോബ്ലവും ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷനുകളെല്ലാം സോൾവ് ചെയ്ത് ഇതുപോലെ പോയിന്റുകൾ കണ്ടുപിടിച്ച ശേഷം ആ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റർവെല്ല് വേണം നിങ്ങൾ നിങ്ങളുടെ ഈ ഗ്രാഫിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ 3 ഇക്വേഷൻസ് ആണുള്ളത്. 3x1 + 3x2 = 40, 3x1 + x2 = 40, 2x1 + 5x2 = 44. നമുക്ക് കിട്ടിയ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണിൻ്റെ 0, 40/3, അതുപോലെ 40/3, 0. നെക്സ്റ്റ് വൺ കിട്ടിയ എത്രയായിരുന്നു? 0, 40, അതുപോലെ തന്നെ 40/3, 0. ലാസ്റ്റ് വണ്ണിൻ്റെ പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? x1 0 എടുക്കുമ്പോൾ 44/5, 44/2, 22. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ പോയിന്റുകൾ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 3x1 + 3x2 = 40. പോയിന്റുകൾ 0, 40/3, 40/3, 0. 40/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13.3 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇവിടെ ഏകദേശം നമ്മൾ എവിടെയാണ്? 13.3 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും 13.3 അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിലൂടെ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് എത്രയായിരുന്നു? 0. ഈ പോയിന്റ് എത്രയായിരുന്നു? 0, 40/3. ഈ പോയിന്റ് എത്രയായിരുന്നു? 40/3, 0. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏതായിരുന്നു? ഇക്വേഷൻ 1 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഇനിക്വാളിറ്റി ഏത് റീജിയനാണ് സൂചിപ്പിക്കുന്നത്? ഈ വരയുടെ താഴെയാണോ അതോ വരയുടെ മുകളിലാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. 3x1 + 3x2 > 40. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിൻ്റെ വാല്യൂസ് ആയ 0, 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒറിജിൻ്റെ വാല്യൂ 0, 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 3 × 0 + 3 × 0 > 40. സോ 0 > 40. ഈ ഒരു കണ്ടീഷൻ എന്താണ്? ഈ ഒരു കണ്ടീഷൻ റോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇനിക്വാളിറ്റിയുടെ ഫീസിബിലിറ്റി റീജിയനിൽ ഒറിജിൻ വരില്ല. സോ ഫീസിബിലിറ്റി റീജിയൻ എങ്ങോട്ടായിരിക്കും? ഈ വരയുടെ മുകളിലേക്കുള്ള ഭാഗമായിരിക്കും ഈ ഒരു ഇനിക്വാളിറ്റിയുടെ ഫീസിബിലിറ്റി റീജിയൻ എന്ന് പറയുന്നത്. സോ 2 ആരോസ് മുകളിലേക്ക് മാർക്ക് ചെയ്യുക.
അടുത്ത ഇക്വേഷൻ പ്രകാരം പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 40 ഉണ്ട്, 40/3 0 ഉണ്ട്. 40/3 0 എന്ന് പറയുന്ന സെയിം പോയിന്റ് തന്നെയാണ്. ഓക്കെ, 0, 40 എന്ന് പറയുന്നത് എത്ര വരും? 0, 40. ഇത് ഈ ഒരു പോയിന്റ് ആയിരിക്കും 0, 40 എന്ന് പറയുന്നത്. സോ അതിലൂടെ എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഫോർട്ടി ബൈ 3 0 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത പോയിന്റ് കൂടെ മാർക്ക് ചെയ്യുക. അടുത്ത പോയിന്റ് എത്രയായിരുന്നു? 0, 40. ഈ ഒരു ഗ്രാഫിൽ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ XY എന്നേ വരും. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് മാർക്ക് ചെയ്യണം? X1, അടുത്ത വേരിയബിൾ എന്താണ്? X2 എന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് X1, X2 എന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XY എന്ന രീതിയിൽ അസ്യൂം ചെയ്ത് തന്നെ ചെയ്യാം. സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ X1, X2 എന്ന രീതിയിൽ തന്നെ തന്നിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. സോ ഇതിലിപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്തു, അതിനുശേഷം ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. ഇക്വേഷൻ 2, ഓക്കെ, ഇതിന്റെ ഫീസിബിലിറ്റി റീജിയൻ കൂടെ മാർക്ക് ചെയ്യണം. ഈ ഒരു ഇനിക്വാളിറ്റി എങ്ങനെയായിരുന്നു? 3x1 plus x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. സോ ഒറിജിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഈ ഒരു കണ്ടീഷൻ എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിക്വാളിറ്റിയുടെ ഫീസിബിലിറ്റി റീജിയനിലും എന്ത് വരില്ല? ഒറിജിൻ വരില്ല. സോ ഇതിന് മുകളിലേക്കായിരിക്കും ഇതിന്റെ ഫീസിബിലിറ്റി റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ഇക്വേഷൻ മാർക്ക് ചെയ്യാം. 2x1 plus 5x2 is equal to 44. പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 44/5. 44/5 എന്ന് പറയുന്നത് 8.8 ആണ്. സോ 8.8 എന്ന് പറയുമ്പോൾ 5ഉം ഇവിടെ 5 ഉണ്ട്, 10 ഉണ്ട്, ഇതിൻ്റെ ഇടയിലായിരിക്കും 8. 8.8 എന്ന് പറയുമ്പോൾ ഏകദേശം 9 അടുപ്പിച്ച് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. സോ ഇനി നമുക്ക് ലാസ്റ്റ് ലൈനിനെ റെപ്രസെന്റ് ചെയ്യാം. ലാസ്റ്റ് ലൈൻ പോയിന്റുകൾ എന്ന് പറയുന്നത് 0, 44/5ഉം 22, 0 ആണ്. 44/5 എന്ന് പറയുമ്പോൾ 8.8 ആണ്. 8.8 ആവുമ്പോൾ 5നും 10നും ഇടയിലായിട്ട് 9 അടുപ്പിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഗ്രാഫ് പേപ്പറിലാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ നോക്കും. 8.8 ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 22, 0. 22, 0 എന്ന് പറയുമ്പോൾ 20 കഴിഞ്ഞ് 2 യൂണിറ്റ് അപ്പുറത്ത് 22 ഇവിടെ ആയിരിക്കും. 22, 0. ഇതിലൂടെ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം പോയിന്റ് മാർക്ക് ചെയ്യുക. 0, 44/5. അതുപോലെ തന്നെ ഈ പോയിന്റ് എത്രയായിരുന്നു? 22, 0. ഇത് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 3. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ലൈൻ്റെയും ഫീസിബിലിറ്റി റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിലിറ്റി റീജിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇനിക്വാളിറ്റി എന്തായിരുന്നു? 2x1 plus 5x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 44. സോ അതിൽ ഒറിജിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 44. കണ്ടീഷൻ എന്താണ്? റോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിക്വാളിറ്റിയുടെ ഫീസിബിലിറ്റി റീജിയനിലും എന്ത് വരില്ല? ഒറിജിൻ വരില്ല. ഈ വരയുടെയും മുകളിലേക്കാണ് ഫീസിബിലിറ്റി റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോമൺ റീജിയൻ ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതിലും എങ്ങനെയായിരിക്കും? ഒരു അൺബൗണ്ടഡ് സൊല്യൂഷൻ റീജിയൻ ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. കൃത്യമായ ബൗണ്ടറി ഇല്ല. നമുക്ക് അറിയാവുന്ന 2-3 പോയിന്റ് കാണും. ബാക്കിയുള്ള എന്തായിരിക്കും? അൺബൗണ്ടഡ് ആയിരിക്കും. സോ ഇതിനെങ്ങനെയാണ്? അൺബൗണ്ടഡ് സൊല്യൂഷൻ റീജിയൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് ഉണ്ടായിരിക്കുന്നത്. സൊല്യൂഷൻ റീജിയൻ. സോ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഈ ഇത്രയും ഭാഗം ഇത് ഈ രീതിയിൽ ഇങ്ങനെയൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരുന്നാൽ മതി. ഫുള്ള് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഇതെന്താ? അൺബൗണ്ടഡ് സൊല്യൂഷൻ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇൻഫിനിറ്റിയിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിലൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് 2 ലൈൻസും കൂടെ വരയ്ക്കുകയാണ്. അതിനുശേഷം മാർക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റീജിയൺ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണ്. ഈ ഒരു റീജിയൻ ആയിരിക്കും നിങ്ങളുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കോർണർ പോയിന്റുകൾ ഏതൊക്കെയാണ്? കോർണർ പോയിന്റുകൾ ഫസ്റ്റ് വൺ ദേ ഇതെന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് മാർക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് 0, 40 ആണ് ഫസ്റ്റ് കോർണർ പോയിന്റ്. സെക്കൻഡ് കോർണർ പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് ആണ് സെക്കൻഡ് കോർണർ പോയിന്റ്. ഇനി തേർഡ് കോർണർ പോയിന്റ് ഏതാണ്? തേർഡ് കോർണർ പോയിന്റ് എന്ന് പറയുന്നത് 20 to 0 ആയ സി ആണ്. അതിനെ ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നു. സോ എയുടെ കോർഡിനേറ്റ് ആയ 0, 40 നമുക്കറിയാം. സിയുടെ കോർഡിനേറ്റ് ആയ 20 to 0 അറിയാം. ബിയുടെ കോർഡിനേറ്റ് നമുക്ക് അറിയില്ല. സോ ബി എന്ന് പറയുന്ന ഏതൊക്കെ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്ന പോയിന്റ് ആണ്? ഇക്വേഷൻ 2 പ്രകാരമുള്ള ലൈനും അതുപോലെ ഇക്വേഷൻ 3 പ്രകാരമുള്ള ലൈനും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്ന പോയിന്റ് ആണ് പോയിന്റ് ബി എന്ന് പറയുന്നത്. സോ പോയിന്റ് ബി നമുക്ക് ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ x1 x2 കണ്ടുപിടിക്കാൻ നോക്കും. നമുക്കല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ അതിന്റെ ഇക്വേഷൻസ് എഴുതാം. 3x1 plus x2 is equal to 40. അതുപോലെ 2x1 plus 5x2 is equal to 44. സോ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. സോ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിതിനെ ജസ്റ്റ് 1, 2 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യാം. x2നെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15x1 plus 5x2 is equal to എത്ര വരും? 200 എന്ന് വരും. അതിന് ഞാൻ ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 കൊടുത്താൽ പോരെ? ഇപ്പോൾ x2 എന്നുള്ള വേരിയബിൾ അങ്ങ് എലിമിനേറ്റ് ആവില്ലേ? എത്ര വരും? 13x1 is equal to 200 minus 44. എത്ര വരും? 200 എന്ന് 40 പോകുമ്പോൾ 160 ആവും. പിന്നെ 4 കൂടെ പോകുമ്പോൾ 156 ആവും. സോ x1 എത്ര കിട്ടും? 156 divided by 13 എത്ര വരും? 12 എന്ന ആൻസർ കിട്ടും. x1 എന്ന് പറയുന്നത് 156 divided by 13 12 ആണ്. സോ x1ന്റെ വാല്യൂ നമുക്ക് 12 എന്ന് കിട്ടി. ഈ x1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വരും? 3 into 12 plus x2 is equal to 40 എന്ന് വരും. 3 into 12 എന്ന് പറയുന്നത് 36 അല്ലേ? 36 plus x2 is equal to 40. സോ x2 എത്ര വരും? 4 എന്ന് വരില്ലേ? സോ ബിയുടെ കോർഡിനേറ്റ് എന്തൊക്കെയാണ്? ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? x1ന്റെ വാല്യൂ എഴുതണം. 12, 4. സോ ബിയുടെ കോർഡിനേറ്റ് കിട്ടിയില്ലേ? എന്താണ്? 12, 4. സോ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 3 കോർണർ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്, എ ബി സി. ഈ 3 കോർണർ പോയിന്റിന്റെയും വാല്യൂ എടുത്ത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറയ്ക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. നമ്മുടെ ഈ ഒരു കോർണർ പോയിന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മിനിമം വാല്യൂ ആയിരിക്കും നമ്മുടെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗോയിങ് ബാക്ക് ടു PPT. So it has an unbounded solution region. കൃത്യമായ ബൗണ്ടറി ഇല്ല. എന്താണ്? ഇൻഫിനിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എ ബി സി ആർ ദി കോർണർ പോയിന്റ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോർണർ പോയിന്റ് എഴുതാം. അവിടുത്തെ എന്താണ്? കോർഡിനേറ്റുകൾ എഴുതാം. എ എന്ന് പറയുന്നത് 0, 40 ആണ്. ബി എന്ന് പറയുന്നത് 12, 4 ആണ്. സി എന്ന് പറയുന്നത് 22, 0 ആണ്. സോ ഈ ഓരോ കോർണർ പോയിന്റിലെയും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? 600x1 plus 400x2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടും. നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ മിനിമം വാല്യൂ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. മിനിമം വാല്യൂ എത്രയാണ്? 8800 ആണ്. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദി പോയിന്റ് 12, 4. The minimum operating cost is 8800 monetary units. ഇവിടെ റുപ്പീസ് എന്ന യൂണിറ്റ് തന്നിട്ടില്ല, മോണിറ്ററി യൂണിറ്റ്സ് എന്നൊരു യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. So to meet the demand, plant at Trivandrum has to run for 12 days and plant at Kochi has to run for 4 days. Okay.
അതായത് നമുക്കിപ്പോൾ ആ ക്വസ്റ്റ്യന് തന്നിരുന്ന ആ ഒരു ഡിമാൻഡ്, അതായത് ട്രിങ്ക് എയുടെ 20,000 ബോട്ടിലും ട്രിങ്ക് ബിയുടെ 40,000 ബോട്ടിലും ട്രിങ്ക് സിയുടെ 44,000 ബോട്ടിലും ഈ ഒരു ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ട്രിവാൻഡ്രത്തുള്ള പ്ലാന്റ് 12 ദിവസവും ഓപ്പറേറ്റ് ചെയ്യണം, കൊച്ചിയിലുള്ള പ്ലാന്റ് 4 ദിവസവും ഓപ്പറേറ്റ് ചെയ്യണം. ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ ഡിമാൻഡ് ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 8,800 ആണ്. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് 12.4. ഓക്കെ, അപ്പൊ ശരിക്കും ഈ രീതിയിലാണ് നമ്മുടെ ഈ LPPയുടെ ആപ്ലിക്കേഷൻ്റെ ഇൻഡസ്ട്രിയൽ ലെവലിൽ വരുന്നത്. എത്ര ദിവസം ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നേരം നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു LPP ഉപയോഗിച്ചാണ്. ഓക്കെ, സോ ഈ രീതിയിൽ ഉള്ള പ്രോബ്ലം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് LPPയുടെ ഇക്വേഷൻസും ഇനിക്വാളിറ്റീസും ഫോർമുലേറ്റ് ചെയ്യുക, അതിനുശേഷം അത് സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരൊറ്റ ക്യൂസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ അതും ഇതേ ടൈപ്പിൽ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മോഡലിൽ ഒരു പ്രോബ്ലമാണ് നിങ്ങളുടെ ക്യൂസ് സെക്ഷനിലും തന്നിരിക്കുന്നത്. സോ പ്രോബ്ലം ഫസ്റ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. സോ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പോയിന്റുകളുടെയും വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ ഈ ഓരോ പോയിന്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ നോക്കും. 0, 10, 20 ആ രീതി കൊടുക്കണോ, അതോ 0, 1, 2, 3, 4 എന്ന രീതി കൊടുക്കണോ, അതോ 0, 5, 10, 15, 20 എന്ന രീതി കൊടുക്കണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇതിൽ വരുന്ന ഈ പോയിന്റുകളുടെ വാല്യൂവിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ക്യൂസ് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. സോ നമ്മുടെ ക്യൂസ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫർണിച്ചർ മാനുഫാക്ചറർ മേക്സ് 2 type of products, ചെയേഴ്സ് ആൻഡ് ടേബിൾസ്. സോ ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ 2 ടൈപ്പ് പ്രോഡക്റ്റുകളാണ് നിർമ്മിക്കുന്നത്, ചെയറും ടേബിളും. ഓക്കെ, കസേരയും മേശയുമാണ് ഈ ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ നിർമ്മിക്കുന്നത്. ഈച്ച് ചെയർ കോൺട്രിബ്യൂട്ട്സ് എ പ്രോഫിറ്റ് ഓഫ് ₹20 and each table contributes a profit of ₹40. സോ ഒരു ചെയർ വിൽക്കുമ്പോൾ ഈ മാനുഫാക്ചറർ കിട്ടുന്ന ലാഭം എത്രയാണ്, 20 രൂപയാണ് ഒരു ചെയർ വിൽക്കുമ്പോൾ ഈ മാനുഫാക്ചർക്ക് ലാഭം കിട്ടുന്നത്. അതേപോലെ ഒരു ടേബിൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എത്രയാണ്, ഒരു ടേബിൾ വിൽക്കുമ്പോൾ 40 രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം. They are processed in 3 sections. സോ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ 3 സെക്ഷനുകളാണ് ഉള്ളത്, S1, S2, S3. സോ ഈ സെക്ഷനുകളുടെ വർക്ക് എന്തായിരിക്കും, നമ്മുടെ റോ മെറ്റീരിയൽസിൽ നിന്നും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള കൺവേർഷൻ നടക്കുന്നത് ഈ ഒരു സെക്ഷനുകളിലായിരിക്കും. ഇവിടെ ഇപ്പോൾ ഫർണിച്ചർ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ എന്തായിരിക്കും, വുഡ് ആയിരിക്കും റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. വുഡോ പ്ലൈവുഡോ അങ്ങനെയുള്ളതായിരിക്കും റോ മെറ്റീരിയൽസ്. അതിൽ നിന്നും ഈ പുള്ളി നിർമ്മിക്കുന്ന എന്തൊക്കെയാണ്, ചെയേഴ്സും അതുപോലെ എന്താണ് ടേബിളും. ഈ ചെയറും ടേബിളുമായിട്ടുള്ള കൺവേർഷൻ നടക്കുന്നത് ഈ 3 സെക്ഷനുകളിലാണ്. സോ ഒന്നാമത്തെ സെക്ഷന്റെ കാര്യം എടുക്കാം. ഇൻ സെക്ഷൻ S1 each chair requires 1 hour and each table requires 4 hours of processing. ഒന്നാമത്തെ സെക്ഷനിൽ ഒരു കസേരയ്ക്ക് 1 മണിക്കൂർ സമയം വേണം പ്രോസസ്സ് ചെയ്യാൻ. അതുപോലെ ഒരു ടേബിളിന് എത്ര സമയം വേണം, 4 മണിക്കൂർ സമയം വേണം പ്രോസസ്സ് ചെയ്യാൻ. അതുപോലെ എങ്ങനെയാണ് ഓരോ സെക്ഷനിലും പറയുന്നുണ്ട്. S2 സെക്ഷനിൽ ഒരു കസേരയ്ക്ക് 3 മണിക്കൂറും ഒരു ടേബിളിന് 1 മണിക്കൂറും മതി. S3 എന്ന സെക്ഷനിലോ ഒരു കസേരയ്ക്ക് 1 മണിക്കൂറും ഒരു ടേബിളിനും 1 മണിക്കൂർ സമയം മതി പ്രോസസ്സ് ചെയ്യാൻ. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ദ മാനുഫാക്ചറർ വാണ്ട്സ് ടു ഒപ്റ്റിമൈസ് ദ പ്രോഫിറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒപ്റ്റിമൈസ് ദ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഫിറ്റ് എന്നൊരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ നോക്കും. പ്രോഫിറ്റ് എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്, ഇവിടെ പ്രോഫിറ്റ് കൂട്ടുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഒപ്റ്റിമൈസ് ദ പ്രോഫിറ്റ് മീൻസ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. കണ്ടീഷൻ എന്താണ്, ഇഫ് ദ സെക്ഷൻസ് S1, S2 and S3 cannot be availed for more than 24 hour, 21 hour and 8 hours respectively. അതായത് ഈ 3 സെക്ഷനും എന്താണ്, ഒരു മാക്സിമം ടൈം തന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ സമയം അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ S1 എന്നുള്ള സെക്ഷൻ മാക്സിമം 24 മണിക്കൂറേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിന് ശരിക്കും ഉപയോഗിക്കുന്ന സമയം എങ്ങനെയായിരിക്കും, 24 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ഒരു സമയമേ ഇത് ഉപയോഗിക്കാൻ നോക്കൂ. S2 എന്ന സെക്ഷൻ എങ്ങനെയാണ്, 21 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു സമയമേ S2 എന്ന സെക്ഷൻ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. S3 എന്ന സെക്ഷൻ വർക്ക് ചെയ്യുന്ന എത്ര സമയമാണ്, മാക്സിമം 8 മണിക്കൂർ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് 8 മണിക്കൂറോ അതിൽ താഴെയുള്ളൊരു സമയമേ
S3 എന്ന സെക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതേപോലെ അനലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണ് അതിന്റെ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂ. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. വേരിയബിൾസ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, x1 x2 കൊടുക്കാം, അല്ലെങ്കിൽ xy എന്ന് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ xy എന്ന് കൊടുക്കാം. xy എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത്, രണ്ട് പ്രോഡക്റ്റ്, ചെയറും ടേബിളും ആണ് ഉള്ളത്. ചെയറിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ടേബിളിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഒരു കസേരയ്ക്ക് എത്രയാണ്, 20 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ ഒരു ടേബിളിന് 40 രൂപയാണ് പ്രോഫിറ്റ്. സോ നമ്പർ ഓഫ് ചെയേഴ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ചെയേഴ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് ടേബിൾസ് എന്നുള്ള എങ്ങനെ എഴുതാം, y ആയിട്ടും അസ്യൂം ചെയ്യാം. ലെറ്റ് ദ നമ്പർ ഓഫ് ചെയേഴ്സ് ബി എക്സ് ആൻഡ് നമ്പർ ഓഫ് ടേബിൾസ് ബി y. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു ചെയർ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ചെയർ വിൽക്കുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടും, 20 ഇൻറ്റു എക്സ് അല്ലേ. ഇനി ഒരു ടേബിൾ നമ്മൾ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് 40 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടേബിൾ വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് എത്രയാണ്, 40 ഇൻറ്റു y അല്ലേ, y ടേബിൾ വിൽക്കുമ്പോൾ. സോ ടോട്ടൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, പ്ലസ് ചെയ്താൽ പോരെ, 20x പ്ലസ് 40y. സോ നമ്മുടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, z is equal to 20x plus 40y. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമൈസ് അല്ലേ ചെയ്യേണ്ടത്, മാക്സിമൈസ്. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണ്ടേ, സബ്ജക്റ്റീവ്. സോ ഒന്നാമത്തെ സെക്ഷന്റെ കാര്യം എടുക്കാം. ഒന്നാമത്തെ സെക്ഷനിൽ ഒരു ചെയറിന് 1 മണിക്കൂർ സമയം വേണം, അതുപോലെ ഒരു ടേബിളിന് 4 മണിക്കൂർ സമയം വേണം. സോ എക്സ് ചെയർ ആണുള്ളതെങ്കിലോ എത്ര സമയം വേണം ചെയറിന്, എക്സ് ഇൻറ്റു 1, എക്സ് സമയം വേണം. അതുപോലെ എന്താണ്, ഒരു ടേബിളിന് 4 മണിക്കൂർ. അപ്പോൾ y ടേബിൾ ആണെങ്കിലോ 4 ഇൻറ്റു y അല്ലേ. ഇതല്ലേ ഒന്നാമത്തെ സെക്ഷനിൽ എടുക്കുന്ന ടോട്ടൽ സമയം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെക്ഷൻ മാക്സിമം എത്ര നേരമേ പ്രവർത്തിക്കാൻ നോക്കൂ, 24 മണിക്കൂർ. അതായത് 24 മണിക്കൂറോ അതിൽ താഴെയുള്ള ഒരു സമയമേ നമുക്ക് എന്ത് പ്രവർത്തിപ്പിക്കാൻ നോക്കൂ, ഒന്നാമത്തെ സെക്ഷൻ പ്രവർത്തിപ്പിക്കാൻ നോക്കൂ. സോ ഇനിക്വാളിറ്റി എങ്ങനെയായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. അതുപോലെ അടുത്ത രണ്ട് സെക്ഷൻ്റെ എഴുതിക്കൂടെ, രണ്ടാമത്തെ സെക്ഷനിൽ ഒരു കസേരയ്ക്ക് 3 മണിക്കൂറും ഒരു ടേബിളിന് 1 മണിക്കൂറുമാണ്. സോ എക്സ് കസേരയും y ടേബിളും ആണെങ്കിൽ 3x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21. ഇനി അടുത്ത മൂന്നാമത്തെ സെക്ഷനിൽ എങ്ങനെയാണ്, ഒരു ചെയറിന് 1 മണിക്കൂർ, ഒരു ടേബിളിന് 1 മണിക്കൂർ. സോ എക്സ് ചെയറിന് y ടേബിളും ആണെങ്കിൽ x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. സോ 3 കൺസ്ട്രെയിൻ ആയില്ലേ. ഇനി അടുത്ത കൺസ്ട്രെയിൻ ഏതാണ്, എക്സും വൈയും എന്താണ്, നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും ആണ്. കസേരയുടെ എണ്ണം അല്ലെങ്കിൽ ടേബിളിന്റെ എണ്ണം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ 0 ആയിരിക്കാം, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 0 ആയിരിക്കാം, പ്രൊഡക്ഷൻ നടത്തുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, പോസിറ്റീവ് വാല്യൂസേ അതിന് വരും. സോ എക്സിന്റെയും വൈയുടെയും വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് കോമ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് ഈ രീതിയിൽ ഒരു പ്രോബ്ലം തന്നിരുന്നാൽ അതിനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തെടുക്കുക. സോ അതുപോലെ തന്നെ ഇതിൽ വരുന്ന വേറൊരു കാര്യമാണ്, സപ്പോസ് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടിയ ഒരു പോയിന്റിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ, എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും ഇപ്പം എന്താണ് 10.7 എന്നോ അല്ലെങ്കിൽ 20.3 എന്നോ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. കാര്യം എന്താണ്, കസേരയുടെയും ടേബിളിന്റെയും എന്താണ് എണ്ണമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. എണ്ണം 0.7 0.3 എന്ന രീതിയിൽ വരുമോ എന്നൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങളിപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇട്ട് തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇട്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. 10.7 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 10 ചെയറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ഒരു ചെയറിന്റെ 70% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. 10 ചെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ചെയറിന്റെ എത്രയാണ്, 70% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 20.3 എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, 20 ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ഒരു ടേബിളിന്റെ 30% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. സോ നിങ്ങൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് അത് നോക്കണ്ട. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് റൗണ്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഇതിന്റെ ആൻസർ ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുക. ദ മാക്സിമം പ്രോഫിറ്റ് ഈസ് റുപ്പീസ് ഇത്ര എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുക.
സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.